ഹായ് നമസ്കാരം, അഭിനവാണ്. അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ് കെമിസ്ട്രിയിലുള്ള ജലം എന്ന ചാപ്റ്ററിൽ വരുന്ന വിലയിരുത്താം എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള മെത്തേഡിലായിരിക്കും പോകുന്നുണ്ടാവുക. ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യൂല. ശരി, ഒന്നാമത്തെ ചോദ്യം. തിളനിലയിലും ഗരാംഗത്തിലും ജലം ചൂടാക്കിയാൽ അതിൻ്റെ താപനില വ്യത്യാസപ്പെടുന്നില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. തിളനിലയിലും ഗരാംഗത്തിലും ജലം ചൂടാക്കിയാൽ അതിൻ്റെ താപനില വ്യത്യാസപ്പെടുന്നില്ല. ഇനി ക്വസ്റ്റ്യൻ, തിളനില, ഗരാംഗം ഇവ എന്താണ്? ജലത്തിൻ്റെ തിളനില, ഗരാംഗം ഇവ എത്രയാണ്? താപനില വ്യത്യാസപ്പെടാത്തതിന് കാരണം എന്താണ്? താപനില വ്യത്യാസപ്പെടുന്നില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ക്വസ്റ്റ്യനായിട്ട് നമ്മളോട് ചോദിച്ചിട്ട് അങ്ങനെ താപനില വ്യത്യാസപ്പെടാത്തതിന് കാരണം എന്താണ്? ഓരോന്നായിട്ട് നോക്കാം. തിളനിലയും ഗരാംഗവും എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലേനെയാണ് നമ്മൾ തിളനില എന്ന് വിളിച്ചത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില. ശരി, അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാൻ പറ്റും. ജലത്തിൻ്റെ തിളനില എത്രയാണ്? ജലത്തിൻ്റെ തിളനില, ജലം എപ്പാന്ന് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ജലത്തിൻ്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി തിളനില എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗരാംഗം എന്താണെന്നുള്ളതാണ്. ഗരാംഗം എന്താ പറഞ്ഞാൽ നേരെ തിരിച്ചു വരും. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഗരമായിട്ട് മാറുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ താപനിലയാണ് അതിൻ്റെ ഗരാംഗം എന്ന് വിളിക്കുന്നത്. ഖരാവസ്ഥയിലേക്ക് മാറുന്നത് അങ്ങനെയെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ജലത്തിൻ്റെ ഗരാംഗം എത്രയായിരിക്കും? ജലം എപ്പോഴാണ് ഗരമായിട്ട് മാറുന്നത്? ജലം എപ്പോൾ ഐസായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. യെസ്, നമുക്കറിയാം അത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പോൾ ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസും അതിൻ്റെ ഗരാംഗം 0 ഡിഗ്രി സെൽഷ്യസും 0 ഡിഗ്രി സെൽഷ്യസും. ഇനി ക്വസ്റ്റ്യൻ, താപനില വ്യത്യാസപ്പെടാത്തതിന് കാരണം എന്ത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കുന്ന താപനില മുഴുവൻ അതിൻ്റെ അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് താപനിലയിൽ വ്യത്യാസമില്ലാത്ത. ഇപ്പോൾ ഐസാണെങ്കിൽ നമ്മൾ ഐസായി നിൽക്കുന്ന കണ്ടീഷനിൽ താപം കൊടുത്താൽ ആദ്യം എന്താ ചെയ്യുക? ഐസ് ഉരുകി വെള്ളമാവാൻ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആ താപനിലയെ ഉപയോഗിക്കും. അങ്ങനെ അവസ്ഥാ പരിവർത്തനം നടന്നതിന് ശേഷം മാത്രമേ പിന്നെ താപനിലയിൽ വ്യത്യാസം വരുന്നുള്ളൂ. റെഡിയാണല്ലോ? അപ്പോൾ ഇത്രയും മതി. നൽകുന്ന താപം അതിൻ്റെ അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താപനില വ്യത്യാസപ്പെടാത്തത് എന്നാണ് വേണ്ടത്. അത്രയും മതി. റെഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു നിശ്ചിത അളവ് ജലവും വെളിച്ചെണ്ണയും വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ ഒരേ താപസ്രോതസ് ഉപയോഗിച്ച് ചൂടാക്കുന്നു. റെഡി. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബുകളുണ്ട്. ഒരേപോലത്തെ ടെസ്റ്റ് ട്യൂബ് തന്നെയായിരിക്കും. ഇനി ഒന്നിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളത് ജലമാണ്, മറ്റൊന്നിൽ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. രണ്ടിനെയും ഒരേപോലെയുള്ള ഒരു അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചൂടാക്കുന്നത്. അടുപ്പൊന്നുമല്ല നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കാൻ എടുക്കുക, നമുക്കറിയാം. അങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്തായാലും ഇതിനെ ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കുമ്പോൾ ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ്. ഏതിൻ്റെ താപനിലയിലാണ് സാവധാനം ഉയർച്ച ഉണ്ടാകുന്നത്? ജലത്തിൻ്റെ ആണോ വെളിച്ചെണ്ണേൻ്റെ ആണോ മെല്ലെ താപനില കൂടി വരാം? എന്താണ് ഇതിന് കാരണം? ഈ സവിശേഷതയുടെ ഏതെങ്കിലും ഒരു പ്രായോഗിക ഉപയോഗം എഴുതുക. ശരി, ഒന്നാമത്തെ ചോദ്യം ഒന്നും കൂടെ വായിക്കുന്നത്. ഏതിൻ്റെ താപനിലയിലാണ് സാവധാനം ഉയർച്ച ഉണ്ടാവുക? ആരാണ് മെല്ലെ ചൂടാവുക എന്നുള്ളതാണ് ചോദ്യം. ഒരേ അളവ് ജലവും അതുപോലെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം ചൂടാവുക ഉറപ്പായിട്ടും ആരായിരിക്കും? വെളിച്ചെണ്ണയായിരിക്കും. റെഡി. പക്ഷെ ചോദ്യം എന്താ? ഏതിൻ്റെ താപനിലയിലാണ് സാവധാനം ഉയർച്ച ഉണ്ടാവുക? മെല്ലെ ചൂടാകുന്നത് ആരാന്നാ? അപ്പോൾ ഉറപ്പായിട്ടും അത് ജലമായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ജലം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. കാരണം ജലത്തിന് താപധാരിത കൂടുതലാണ്, അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത എന്നൊക്കെ പറയും. ജലത്തിൻ്റെ താപധാരിത കൂടുതലായതുകൊണ്ടാണ് ജലം ജലത്തിൻ്റെ താപനിലയിൽ സാവധാനം ഉയർച്ച ഉണ്ടാകുന്നത്. ഇനി ജലം തണുക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാലും, ഇവിടെ വെള്ളം തണുക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മെല്ലെ തണുക്കുള്ളൂ, അതുപോലെ മെല്ലെ ചൂടാവുള്ളൂ. ജലത്തിന് അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ സവിശേഷതയുടെ ഏതെങ്കിലും ഒരു പ്രായോഗിക ഉപയോഗം എഴുതുക. അപ്പോൾ ഈ താപധാരിത ഉപയോഗപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചൊരു കാര്യം പറഞ്ഞാൽ കൂളൻ്റായിട്ട് ജലം ഉപയോഗിക്കുന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു.
കൂളൻ്റായിട്ട് ഈ വാഹനങ്ങളുടെ റേഡിയേറ്ററിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി കേട്ടിട്ടുണ്ടാവില്ലേ? അത് തന്നെ പരിപാടി. വാഹനങ്ങളുടെ റേഡിയേറ്റർ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളൻ്റായിട്ട് നമ്മൾ എന്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്? ജലം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് എഴുതാനല്ലേ പറഞ്ഞത്, അപ്പോൾ ഒന്ന് അത് വേണമെങ്കിൽ ഒരു പോയിൻറ്റും കൂടെ ഓർത്ത് വെച്ചോ. ഭൂമീൻ്റെ 2/3 ജലമാണെന്നറിയാം. അപ്പോൾ ഭൂമീൻ്റെ താപനിലയിലും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഭൂമീൻ്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ജലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ പോയിൻ്റാണ് ഇച്ചിരിയും കൂടി എഴുതാൻ സുഖമുള്ള പോയിൻ്റ്. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നു. കൂളൻ്റ് എന്നുള്ള വാക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം. നെക്സ്റ്റ് ചോദ്യം, ഒരു ബീക്കറിൽ 100 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയും മറ്റൊന്നിൽ 100 മില്ലി ലിറ്റർ ജലവും എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. തണുത്തുറയുമ്പോൾ രണ്ടിൻ്റെയും വ്യാപ്തത്തിൽ എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുക? തണുത്തുറയുമ്പോൾ രണ്ടിൻ്റെയും വ്യാപ്തത്തിൽ എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുക? നിരീക്ഷണത്തിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ചില്ലു കുപ്പികളിൽ ജലം ഐസാക്കി മാറ്റുമ്പോൾ അവ പൂർണ്ണമായും നിറയ്ക്കരുതെന്നും കുപ്പി അടയ്ക്കരുതെന്നും പറയുന്നതിൻ്റെ കാരണം വിശദമാക്കുക. നല്ല ചോദ്യങ്ങളാണ്, കുറച്ച് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരേപോലെയുള്ള 2 പാത്രം എടുത്ത് 2 പാത്രത്തിനകത്തും ഒരേ അളവിൽ രണ്ടിലും 100 ml വീതം ജലവും എടുത്തു, അതുപോലെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അവിടെ രണ്ടും ഒരേ പാത്രമാണ്, ഒരേ അളവ് തന്നെയാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതിനെ രണ്ടിനെ എടുത്ത് ഫ്രീസറിൽ വെക്കുന്നു, കട്ടയാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ജലം വെച്ച പാത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, നമ്മൾ എടുത്ത പാത്രത്തിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വെച്ച പാത്രത്തിൻ്റെ ആ ഒരു അളവിനേക്കാളും കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ടാവും ഐസായി കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഐസായി മാറിക്കഴിഞ്ഞാൽ ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നതായിട്ട് കാണാം. ഇനി ഇതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നതെന്നുള്ള, ഇതിൽ നിന്ന് എന്ത് കാര്യം വ്യക്തമാകുന്നത്? അവിടെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ജലത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. യെസ്, ജലത്തിൻ്റെ അസ്വാഭാവിക വികാസമാണ് ഇതിന് കാരണം. ഇതേ കാര്യം തന്നെയാണ് ശരിക്ക് സി ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത്. ചില്ലു കുപ്പികളിലും നമ്മളെ പൊളിയുന്ന കുപ്പി അതിൻ്റെ അകത്തും അതുപോലെ സാധാരണ വെള്ളം വെക്കുമ്പോൾ ആ കുപ്പീൻ്റെ ഒന്ന് മൂടിയിടരുത് എന്ന് പറയും. എന്താ കാര്യം? സെയിം കാര്യമാണ്. ജലത്തിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു പ്രത്യേക താപനില കഴിഞ്ഞാൽ ഒന്നങ്ങ് വികസിക്കും. താപനില താഴുന്നതിനനുസരിച്ച് ഒരു പോയിൻ്റ് എത്തുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസം വരും, വ്യാപ്തം കൂടും. സാധാരണ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും തണുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തം ആദ്യം ഇത്രയുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തം ഒന്ന് കുറയുക ചെയ്യുക. പക്ഷേ ജലത്തിൻ്റെ കാര്യത്തിൽ നേരെ റിവേഴ്സായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ വ്യാപ്തം ഒന്ന് കൂടും. ആദ്യം നമ്മൾ എത്രയാണോ വെള്ളം വെക്കുന്നത് അതിനേക്കാളും വ്യാപ്തം കൂടും. അങ്ങനെ വ്യാപ്തം കൂടുന്നതുകൊണ്ടാണ് ഈ കുപ്പി അല്ലെങ്കിൽ ചില്ല് കുപ്പികളിൽ ജലം ഐസാക്കി ഫ്രിഡ്ജിൽ ജലം ഐസാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ചില്ല് കുപ്പികൾ വെക്കരുതെന്ന് പറയുന്നത്. ചില്ല് കുപ്പിയിൽ വെച്ചാലുള്ള പ്രശ്നം എന്താ? ചില്ല് കുപ്പിയിൽ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ താപനില കുറയുന്നതിനനുസരിച്ച് ഈ ജലം ഇങ്ങ് വികസിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ കുപ്പീൻ്റെ അകത്ത് പിന്നെ വേറെ സ്ഥലമില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ കുപ്പി പൊട്ടുകയൊക്കെ ചെയ്യും. ഇനി ഇത് മൂടിയിട്ടാലുള്ള പ്രശ്നം എന്താ? മൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മൂടിയും പൊട്ടിച്ചിങ് പോരും. നിങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം അതിൻ്റെ ആ ടിപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മൂടി ഇടുന്ന ആ ഭാഗത്ത് ഒരു കൂർത്ത മൊന പോലെ വന്ന് നിൽക്കുന്നുണ്ടാവും ഐസായി കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് പരിപാടി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നത്, സോപ്പ് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നു. ഈ പോയിൻ്റ് അവിടെ പഠിച്ചു വെച്ചോ. സോപ്പ് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു സാധനം. പ്രതലബലം എന്നാൽ എന്ത്? ഒന്നാമത്തെ ചോദ്യം. പ്രതലബലം കുറയുന്നത് വസ്ത്രങ്ങൾ അലക്കുന്നതിൽ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ? രണ്ടും നല്ല ചോദ്യമല്ലേ. എന്താണ് പ്രതലബലം? ദ്രാവകങ്ങളുടെ ഉപരിതലത്തിലുള്ള തന്മാത്രകളുടെ അസന്തുലിത ആകർഷണ ബലം മൂലം ജലത്തിൻ്റെ ഉപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ വലിഞ്ഞു മുറുകിയ പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് പ്രതലബലം. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രതലബലം കുറയുന്നത് വസ്ത്രങ്ങൾ അലക്കുന്നതിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? വസ്ത്രങ്ങൾ അലക്കുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? സോപ്പ് ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും വസ്ത്രങ്ങൾ അലക്കുക. അങ്ങനെ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ അലക്കുമ്പോൾ ഈ സോപ്പിൻ്റെ തന്മാത്രകൾ എന്ത് ചെയ്യും? ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കും. എന്ന് വെച്ചാൽ ഒരു തമ്മിലുള്ള ആ ഒരു അടുപ്പം അങ്ങ് പോകും. അങ്ങനെ ഒട്ടി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആ അടുപ്പം അല്ലെങ്കിൽ ആകർഷണ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതലബലം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലത്തിന് അല്ലെങ്കിൽ സോപ്പിനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജലത്തിന് ഈ നമ്മുടെ തുണിത്തരങ്ങളുടെയൊക്കെ നാരുകളിലൂടെ ഇറങ്ങി ചെന്നിട്ട് കൂടുതൽ നന്നായിട്ട് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും.
തുണികളുടെ ഇഴയില്ലേ, ആ നൂലിൻ്റെ ഇടയിലൊക്കെ ഈ ഭാഗത്തൊക്കെ പോയിട്ട് ജലത്തിന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പരിപാടി. പ്രതലബലം അടുത്ത ചോദ്യമാണ്. പ്രതലബലം ഒരു ദ്രാവക പ്രതലത്തെ ചുരുങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്നു. പ്രതലബലം ഒരു ദ്രാവക പ്രതലത്തെ ചുരുങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്നു. ഇത് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം നിർദ്ദേശിക്കുക. ആവശ്യമായ സാമഗ്രികൾ പരീക്ഷിത നിരീക്ഷണം എന്ന രീതിയിൽ എഴുതണം. നമ്മൾ പണ്ട് എഴുതി വരുന്ന അതേ മെത്തേഡിൽ ആദ്യം എന്ത് വേണം, സാമഗ്രികൾ എഴുതി വെക്കണം. പിന്നെ പരീക്ഷണ രീതി എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് എഴുതണം. അവസാനം നിരീക്ഷണം കിട്ടും, പിന്നെ നമുക്ക് നിഗമനമൊക്കെ കിട്ടും. ആദ്യം തന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ. ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ലക്ഷ്യം. എന്താണ്? പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതലത്തെ ചുരുങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്നു എന്ന് തെളിയിക്കാം. അതാണ് നമ്മുടെ പരിപാടി. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷണം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. നമ്മളൊരു പാത്രത്തിൽ സോപ്പ് വെള്ളം എടുത്തിട്ട് ഈ സോപ്പ് വെള്ളത്തിലേക്ക് ഒരു നാര് കെട്ടിയിട്ട് ഈ ഒരു വളേൻ്റെ നടുവിലൂടെ ഒരു നാര് അല്ലെങ്കിൽ നൂല് ലൂസാക്കി കെട്ടിയിട്ട് സോപ്പ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അതിനെ തിരിച്ച് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയോ ഉണ്ടാവും. എന്നിട്ട് ഒരു ഭാഗം അങ്ങ് പൊട്ടിച്ച് കളയാം. ഒരു ഭാഗത്തുള്ള പാട അങ്ങ് പൊട്ടിച്ച് കളയാം. ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ പാട ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതിനിടയിൽ നമ്മുടെ നൂലുണ്ടാവും. ഏതെങ്കിലും ഒരു സൈഡിലുള്ള പാട പൊട്ടിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സൈഡിൽ മാത്രം ഈ പാട വന്ന് നിൽക്കുന്നത് കാണാം. അതിൻ്റെ കൃത്യമായിട്ട് വളരെ വിശദീകരിച്ചിട്ട് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് അലമ്പാക്കുന്നില്ല. പിന്നെ അവിടെ കാണിച്ചു തരാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചുരുക്കുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് നോക്കാം. ഫിഷ് ടാങ്കിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് ആവശ്യത്തിലധികം ഭക്ഷണം ഇട്ടുകൊടുക്കുന്നത് അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഈ പ്രസ്താവനയുടെ ന്യായീകരണം എന്ത്? ശരി, എന്താ പരിപാടി? ഫിഷ് ടാങ്കിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് ആവശ്യത്തിൽ ഒരു കഴിക്കുന്നതിനേക്കാളും ജാസ്തി ഒരുപാട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മത്സ്യത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ കുറേ ഫുഡ് നല്ലോണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? ഈ മീനൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ, പൂച്ച എന്ന് പറയുന്ന സാധനങ്ങൾ ആവശ്യത്തിൽ ഒരു ലിമിറ്റിൻ്റെ അപ്പുറം മൂപ്പർക്ക് തിന്നാൻ പറ്റില്ല. അല്ലെങ്കിൽ വയറ് നിറഞ്ഞാൽ പിന്നെ തിന്നൂല. അങ്ങനെ തിന്നാതെ ഭക്ഷിക്കാതെ ബാക്കി നിൽക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ എന്ത് ചെയ്യും? പാത്രത്തിൽ കിടന്നങ്ങ് അഴുകും. വെള്ളത്തിലല്ലേ ഉള്ളത്. അപ്പോൾ ഇതങ്ങ് അഴുകാൻ വേണ്ടി തുടങ്ങും വെള്ളത്തിൽ കിടന്നിട്ട്. അങ്ങനെ അഴുകുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ചില രാസപ്രവർത്തനങ്ങൾ കൂടി നടക്കും. അതിനെപ്പറ്റി നോക്കണ്ട. എന്തായാലും ഇവിടെയുള്ള ജലത്തിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയാൻ വേണ്ടി കാരണമാവും. മീനുകൾക്ക് ഓക്സിജൻ വേണം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ അഴുകുന്നതിന് ഭാഗമായിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ അഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് ജലത്തിനകത്തുള്ള ഓക്സിജൻ്റെ ലെവലിൽ വ്യത്യാസം വരും. ഓക്സിജൻ്റെ അളവ് ലേശം ഒന്നങ്ങ് കുറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരെ നിലനിൽപ്പിന് ഉറപ്പായിട്ടും അത് ഭീഷണിയാണല്ലോ. ചത്തുപോകും മീനൊക്കെ അല്ലേ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജലത്തിൽ ലയിച്ചു ചേർന്ന ചില പദാർത്ഥങ്ങൾ ജലകാഠിന്യത്തിന് കാരണമാകുന്നുണ്ട്. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ജലകാഠിന്യത്തിന് കാരണം ആകുന്നത്? കുറേ ആളുകളുണ്ട്. സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ്. നോക്കാം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇവയിൽ ഏതൊക്കെ ലവണങ്ങൾ കൊണ്ടുള്ള കാഠിന്യമാണ് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയാത്തത്? അപ്പോൾ ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്നൊരു പരിപാടിയാണ് തിളപ്പിച്ച് കൊടുക്കൽ, അല്ലെങ്കിൽ താപനില ഒന്നും കൂട്ടി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ചില സന്ദർഭത്തിലൊക്കെ ജലത്തിൻ്റെ കാഠിന്യതയിലൊക്കെ വ്യത്യാസം വരും. നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില സമയത്ത് ഈ പരിപാടി ചെയ്യാറുണ്ട്. ശരി, നോക്കാം. ഉത്തരമായിട്ട് ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരിക കാൽസ്യം ബൈകാർബണേറ്റ് 1, രണ്ടാമതായിട്ട് കാൽസ്യം സൾഫേറ്റ്, മൂന്നാമതായിട്ട് കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്. പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ക്ലോറൈഡ് കാണുമ്പോൾ അതിലേക്ക് ചാടിപ്പോകരുത്. അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സോഡിയം ക്ലോറൈഡും മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ മഗ്നീഷ്യം കാർബണേറ്റും തന്നിട്ടുള്ളത്. നോക്കൂ, കാർബണേറ്റ് ഒരു ബൈകാർബണേറ്റ് വരുന്നുണ്ട്, സൾഫേറ്റ് വരുന്നുണ്ട്, ക്ലോറൈഡ് വരുന്നുണ്ട്. മൂന്നും കാൽസ്യമാണ് കേട്ടോ. ശരി, ഇതിൽ ഏതൊക്കെ ലവണങ്ങൾ കൊണ്ടുള്ള കാഠിന്യമാണ് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയാത്തത്? ആൻസറായിട്ട് വരുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകൾ. അതായത്
കാൽസ്യത്തിൻ്റെ ക്ലോറൈഡായിട്ടുള്ള എവിടെ പോയി, ഇതാ കാൽസ്യം ക്ലോറൈഡ്. മാഗ്നീഷ്യത്തിൻ്റെ കാൽസ്യം ക്ലോറൈഡ് മാത്രമല്ല കാൽസ്യം സൾഫേറ്റും വരും. കാൽസ്യം സൾഫേറ്റ് ക്ലോറൈഡുകളുടെ കാൽസ്യത്തിൻ്റെ ക്ലോറൈഡുകളും സൾഫേറ്റ്സുകളും, അതുപോലെ മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ തന്നതിൽ മഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്, മഗ്നീഷ്യം ക്ലോറൈഡ് ഇല്ല. അതും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ് തന്നിരിക്കുന്നതിൽ ഇത്രയാണ്. ഈ സാധനങ്ങളുടെയൊക്കെ തിളനിലയിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ജലത്തിൻ്റെ കാഠിന്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അത്രയും ക്വസ്റ്റ്യൻസ്, ഒരു 7 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം, എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒരു ചാപ്റ്ററിൻ്റെ എക്സസൈസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫ്രം അഭിനവ്.